ഹലോ ഗൈസ്, എൻ്റെ ഇന്നത്തെ റൈഡ് എന്ന് പറഞ്ഞാൽ കൊളുക്കുമലയിലോട്ടാണ്. എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരൻ അൻപൻ അനൂപ് അനിലും കൂടെ ഉണ്ട്. എന്താണ് നമ്മുടെ ഇന്നത്തെ റൈഡില്? നമ്മുടെ മൺസൂണിലെ ഫസ്റ്റ് റൈഡല്ലേ? അതെ അതെ അതെ, മൺസൂണിലെ ഫസ്റ്റ് റൈഡാണ്. നമ്മള് കഴക്കൂട്ടന്ന് രാവിലെ 4:15 ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വന്ന് നമ്മളിപ്പോൾ മന്ദമാരുതിയിലാണ് റാന്നി കഴിഞ്ഞിട്ടുള്ള. ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് നിർത്തിയാണ്. അനൂപിന് വിശക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് കഴിക്കാനായിട്ട് കയറിയതാണ്. നമ്മള് ചൂട് പൊറോട്ടയും മുട്ടക്കറി ആയിരുന്നു, കൊള്ളായിരുന്നു. നമുക്ക് 128 രൂപ ആയിട്ടുള്ളൂ. നിങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ ഈ ഹോട്ടലിൽ സജസ്റ്റ് ചെയ്യുന്നു. കൊള്ളാം, ഫുഡ് കൊള്ളാം, രാവിലെ കിട്ടുന്നത്. നമ്മൾ വന്ന വഴിക്ക് നോക്കിയ സമയത്ത് അവിടെ ഒരിടത്തും ഒരു ഷോപ്പിലും ഫുഡൊന്നും ആയിട്ടില്ല. അവിടെ ചായയും കടികളും മാത്രമേ ഉള്ളൂ. പിന്നെ നല്ല അടിപൊളി മൺസൂൺ സീസൺ ഉള്ളതുകൊണ്ട് നല്ല മഴ, ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. അപ്പൊ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പോകുന്നു. അപ്പോൾ കൊളുക്കുമലയിലോട്ടാണ്. നമുക്ക് ക്ലൗഡ് ബെഡ്സ് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചാണ് പോകുന്നത്. പിന്നെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് കൊളുക്കുമലയിൽ പോയിട്ട് ക്ലൗഡ് ബെഡ്സ് കിട്ടോ ഇല്ലയെന്ന് നോക്കാമല്ലേ. എന്തായാലും നമ്മളെ യാത്ര നിങ്ങളും കൂടെ വാ. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ അതാണ് അപ്പോൾ നമ്മള് റൈഡ് വീണ്ടും കണ്ടിന്യൂ ആണ്. ഇടയ്ക്ക് ചെറിയ ചെറിയ ചാറ്റൽ മഴയുണ്ട്. നമ്മൾ റൈഡ് ലൈനേഴ്സ് ഒന്നും എത്തിയിട്ടില്ല. റൈഡിങ് കേസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മഴ വരണമെങ്കിൽ മാത്രമേ നമ്മൾ റൈഡ് ലൈനേഴ്സ് യൂസ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ മഴയൊക്കെ ആസ്വദിച്ച് പോകാനുള്ള പ്ലാനിലാണ് ഞാനും അനൂപും. നമ്മുടെ ടീമുകളൊക്കെ അവിടെ നിന്ന് ജോയിൻ ചെയ്യും. അന്തരീക്ഷം നോക്കുക, സണ്ണിന്റെ ആ ഒരു രശ്മികൾ കണ്ടിട്ട് എന്താ പറയുക, റേസ് സൺറൈസ് കണ്ടിട്ട്. നമ്മൾ വന്ന വഴി ഒരു വ്യൂ പോയിന്റ് കണ്ടിട്ട് നിർത്തുകയാണ്. ഇവിടെ പൊളിഞ്ഞ കുറേ ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്. എന്നാലും നിങ്ങൾ ഈ വ്യൂ ഒന്ന് നോക്കും. വ്യൂ കണ്ടിട്ട് എടുക്കാതിരിക്കാൻ തോന്നിയില്ല. മുകളിൽ നല്ല മഴയാണെന്ന് തോന്നുന്നു. അവിടെ നിന്ന് നല്ല രീതിയിൽ വെള്ളം താഴോട്ട് വരുന്നുണ്ട്. ഒരുപാട് വാട്ടർഫാൾസ് നമ്മൾ കാണാനായിട്ട് പറ്റും. ഹലോ, നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അമ്മച്ചി കൊട്ടാരം എന്ന് പറയുന്ന കൊട്ടാരത്തിൻ്റെ ഫ്രണ്ട് ഗേറ്റിലാണ്. പക്ഷേ ആ ഒരു ഗേറ്റ് ക്ലോസ്ഡ് ആയതുകൊണ്ട് നമ്മൾ അകത്തോട്ട് പോകുന്നില്ല. കാര്യം രണ്ട് സൈഡിലും ഗേറ്റുണ്ട്. ആ രണ്ട് സൈഡിലും അവർ ലോക്ക് ചെയ്ത് വെച്ചേക്കുക. അപ്പം എന്താണ് അകത്തുള്ള സ്ഥിതിയെന്ന് അറിഞ്ഞൂടാ. അപ്പം അതിൻ്റെ ഓണേഴ്സ് ആരും കയറാതിരിക്കാനായിരിക്കും രണ്ട് ലോക്കൊക്കെ ഇട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്കാനം എത്തുന്നതിന് മുന്നേ അവിടെ നിന്നൊരു ലെഫ്റ്റിലോട്ട് എടുക്കുന്ന വഴി. അവിടെ മിസ്റ്റി മൗണ്ടൻസ് എന്ന് പറയുന്ന ഒരു റിസോർട്ടുണ്ട്. ആ റിസോർട്ടിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ അകത്തോട്ട് കയറിയത്. അവിടെ നിന്നൊരു 1.2 കിലോമീറ്ററാണ് ഉള്ളത്. അപ്പോൾ നല്ല മഴയാണ്. അപ്പോൾ വരുന്ന വഴിക്ക് ഒരുപാട് വ്യൂ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങളെ കാണിക്കാനായിട്ട് നമുക്ക് പറ്റിയില്ല. കാര്യം വേറൊന്നുമല്ല, നല്ല മഴ. പിന്നെ ഇടയ്ക്ക് നമ്മൾ ഇറങ്ങി നിന്നാണ് വന്നത്. അപ്പം നിങ്ങൾ ആ അമ്മച്ചി കൊട്ടാരം നിങ്ങൾ കാണിച്ചു തരാമെന്നുള്ള രീതിയിലാണ് വന്നത്. പക്ഷേ എന്ത് ചെയ്യാം, അതോട്ട് എൻട്രി അവർ ബ്ലോക്ക് ചെയ്തേക്കുക. അപ്പോൾ എന്തായാലും കൊള്ളാം, നല്ല സ്ഥലം. അപ്പോൾ എന്തെങ്കിലും ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് വന്ന് കാണിക്കാം. അപ്പോൾ ഈ അമ്മച്ചി കൊട്ടാരത്തിൻ്റെ ഫോട്ടോ ഞാൻ ഇതിൽ തന്നെ പേസ്റ്റ് ചെയ്തേക്കാം, വീഡിയോ തന്നെ ഇട്ടേക്കാം.
നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്ത് അവിടെ നോക്കിയ സമയത്ത് ഫ്രണ്ടിലോട്ട് എന്തോ ഒരു ബിൽഡിംഗ് ഒക്കെ ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നടന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ കീ എടുത്തായിരുന്നല്ലോ, കീ എടുത്ത്. അപ്പോൾ അത്യാവശ്യം ഇവിടെ നല്ല മഴയുണ്ട്. അപ്പോൾ ഞാനും നമ്മുടെ പാർട്ട്ണർ അനൂപും കൂടെയാണ് അങ്ങോട്ട് നടക്കുന്നത്. അത്യാവശ്യം നല്ല അടിപൊളി ഫോറസ്റ്റ് വൈബാണ്. ഫോളേട്ടനോടൊപ്പം ഞാൻ മാത്രം. അപ്പോൾ എന്താണ് അവസ്ഥയെന്ന് നോക്കാം. പക്ഷേ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് 2-3 റിസോർട്ടൊക്കെ പോലെയുണ്ട്. സ്റ്റേ ഓപ്ഷനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ. കുട്ടിക്കാനം അത്യാവശ്യം നല്ല രീതിയിൽ കോട ഇറങ്ങുന്ന സ്ഥലമാണ്. കരടിയോ പുലിയോ പിടിച്ചില്ലെങ്കിൽ കാണാൻ ഗൈസ്. ആനയോ കരടിയോ പുലിയോ പിടിച്ചില്ലെങ്കിൽ കാണാൻ ഗൈസ്. ഫ്രണ്ടിലോട്ടൊരു ബിൽഡിങ് കാണുന്നുണ്ട്. ഒരു പഴയൊരു ബിൽഡിങ്ങാണ്, ഷീറ്റൊക്കെ ഇട്ടേക്കുന്നത്. എനിക്ക് എന്തോ ഫാക്ടറി ആണോന്ന് വെച്ചാൽ തോന്നുന്നത്, അല്ലെങ്കിൽ എൻ്റെ വെയർ ഹൗസ് ആയിരിക്കും. എന്തായാലും ജസ്റ്റ് ഒന്ന് നമുക്ക് നടന്നു നോക്കാം. മഴ ഒരു രക്ഷയില്ലല്ലേ. ആ ഇവിടെ പറയാൻ പറ്റില്ല, ചിലപ്പോൾ അട്ട കാണാൻ ചാൻസ് ഉണ്ട്. ഓ അങ്ങോട്ട് മുഴുവൻ വെള്ളമാടാ, ഷൂ മുഴുവൻ നനയും. ആ നീന്തേണ്ടി വരും. എന്തോ ഒരു വെയർ ഹൗസ് ആണ്, പക്ഷേ ഫുള്ള് ക്ലോസ്ഡായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങോട്ട് വരുന്ന വഴിയൊക്കെ കൊള്ളായിരുന്നു. റോഡെന്ന് പറയാനില്ല, ചല്ലിയൊക്കെ ഇട്ടാണ് ഫുള്ള്. പക്ഷേ നല്ല ഫുള്ള് വെള്ളത്തിൻ്റെ പരിപാടിയായിരുന്നു. അപ്പം ബൂട്ട് മുഴുവൻ നനഞ്ഞേക്കുക, അകത്ത് മുഴുവൻ നല്ല രീതിയിൽ വെള്ളമുണ്ട്. മഴ ആസ്വദിക്കാം, കാട്ടിൻ്റെ നടുക്കിൽ നിന്ന് മഴ ആസ്വദിക്കാം. മഴ ആസ്വദിക്കാം, കാട്ടിൽ നിന്ന് മഴ ആസ്വദിക്കാം. മഴ ആസ്വദിക്കാം ഗൈസ്. ഒരു മഴ ഗൈസ്, വൺ ലൈഫ് അല്ലേ? എൻ്റെ അഭിപ്രായം പറ പോകട്ടെ കാടിനെ കുറിച്ച്. എന്താണ് ഈ കാടിന്റെ ആംബിയൻസിനെ കുറിച്ച് കാണിച്ചു കൊടുക്കുക. ഈ കാട് പൊളിയാണ്, കാണിച്ചു കൊടുക്കൂ. കാട് അടിപൊളിയാണ്. കുറേ വെള്ളക്കെട്ടുകളൊക്കെ ഉണ്ട് അങ്ങോട്ടൊക്കെ. പക്ഷെ അങ്ങോട്ടൊക്കെ അട്ട കാണാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഉള്ള ഉയരം കൊണ്ടുപോകുന്നു ഗൈസ്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഈ കാര്യമാണ് ഈ അട്ട കടിക്കില്ല. ഉയര് കിടന്ന അതിവിടെ വേണ്ട, അതിവിടെ വേണ്ട, അത് ക്യാമറ. അപ്പം ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഫുള്ള് ചവറാണ്. എനിക്ക് തോന്നുന്നു ഇത് അമ്മച്ചിക്കൊട്ടാരം കാണാൻ വരുന്ന ആൾക്കാർ കാറിൽ നിന്നൊക്കെ കഴിച്ചിട്ട് എടുത്തിടുന്നതാണെന്ന് തോന്നുന്നു. ദയവേത് നിങ്ങളിങ്ങനെയൊന്നും കാണിക്കരുത്. കാര്യം ഇത് ഫോറസ്റ്റാണ്. നിങ്ങൾ എന്തെങ്കിലും വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ആ വണ്ടി തിരിച്ചു കൊണ്ടുപോയിട്ട് റോഡ് സൈഡിലൊക്കെ വേസ്റ്റ് ബിൻ വെച്ചേക്കുക. അവിടെ തന്നെ മാക്സിമം ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആ ഗേറ്റ് കാണിച്ചു തരാം, ലോക്ക് ചെയ്തേക്കുന്നത്. നോർമലി ഈ ഗേറ്റാണുള്ളത്, പക്ഷെ എനിക്ക് വേണം ആൾക്കാരെല്ലാം ആ സൈഡിൽ കൂടെ പോകണോണ്ട് അവിടെയും അവർ രണ്ടാമത് ഗേറ്റ് ഇട്ട് വെച്ചേക്കുക. ഗേറ്റ് ലോക്കഡാണ്. ഇപ്പോൾ എനിവേ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിൽ വെച്ച് കാണാം. ബൈ. മാപ്പിട്ടിരുന്നത് ഏതൊരു ഇടവഴി കയറിയാണ് നമ്മൾ പോയത്. ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ നടത്തി അടിപൊളിയായിട്ട് നമ്മൾ യാത്ര മുന്നോട്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് മഴയ്ക്ക് ഇത്തിരി കുറവുണ്ടായത്. നേരത്തെയൊക്കെ നല്ല രീതിയിൽ മഴ. നമ്മളെ ക്യാമറ എടുക്കുമ്പോൾ അപ്പം മഴ പെയ്യും. അടുത്ത മഴ വന്നുകൊണ്ടിരിക്കുകയാണ്. മൂന്നാർ 76 കിലോമീറ്ററിനാണ് കാണിച്ചിരുന്നത്. മൂന്നാർ ടച്ച് ചെയ്യേണ്ട കാര്യമില്ല തോന്നുന്നു. സൂര്യനെല്ലിയാണ് പോവേണ്ടത്.
അടിപൊളി നല്ല കോടയൊക്കെ ആയിട്ട് ആസ്വദിച്ചാണ് പോകുന്നത്. നമ്മുടെ പവറേറ്റ് സൗണ്ടൊക്കെ ആയിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എത്തി സുഹൃത്തുക്കളെ. ഗോപു ട്രാവൽസിൻ്റെ അടുത്ത് എത്തി സുഹൃത്തുക്കളെ. ഗോപു ട്രാവൽസിൻ്റെ അടുത്ത് എത്തി സുഹൃത്തുക്കളെ. അതാണ് സുഹൃത്ത് ഡോബു ട്രാവൽസ്, അഖിൽ ആൻഡ് AJ ട്രാവലർ. ഇതാണ് സുഹൃത്ത്. വെക്കൻ ഡാൻസ് ഇല്ലേ ഡോബു? കാനൂര് ഓ നമ്മൾ നിങ്ങളെ അത് കറങ്ങി വരാന്ന്. ഹലോ ഹലോ ബ്രോ, വെൽക്കം. അഖിൽ ബ്രോ ഓക്കെ അല്ലേ? സമയം കഴിഞ്ഞ് കടത്തി കൊടുത്തില്ല. അയ്യോ മറ്റേങ്കിലും ഒന്നും പോലെ കേട്ട് പട ഇളകി വരും. അതിന്റെ മണ്ടേലെ ചക്രമുടി അറിയാവോ? ചക്രമുടിയാ? ചക്രമുടി പീക്ക്. ഗൈസ്, ഇതാണ് ആനയിറങ്ങൽ ഡാമിൻ്റെ താഴെ നിന്നുള്ള നമ്മൾ സാധാരണ ഗേപ്പ് റോഡ് വരുന്ന സമയത്ത് മുകളിൽ നിന്നാണ് നമ്മൾ കാണുന്നത് മാക്സിമം. ഇത് താഴെ ഇറങ്ങുമ്പോൾ ഉള്ള ഇതാണ് ഡാമിൻ്റെ മുകളിൽ നിന്നുള്ള ഇതാണ്. നമ്മളിപ്പോൾ പോകാനായിട്ട് പോവുകയാണ്. കാര്യം ഇവിടെ ഇപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ പെയ്തു തുടങ്ങി. പിന്നെ വൈകുന്നേരം ആവുന്ന സമയത്ത് ഇവിടെ ആന ഇറങ്ങുമെന്നാണ് പറയുന്നത്.
ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ആറ്റുകാട് വാട്ടർഫാൾസ് ആണ്. ഇത് നമ്മുടെ മൂന്നാറിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ഉള്ള ഒരു വാട്ടർഫാൾസ് ആണ്. കുറച്ച് മൂന്നാറിൻ്റെ മെയിൻ റോഡിൽ നിന്ന് 2.5 കിലോമീറ്റർ ഉള്ളിലോട്ട് വരുമ്പോഴാണ് നമുക്ക് ഈ ഇത്രയും അടിപൊളി വ്യൂ ഉള്ള ഒരു വാട്ടർഫാൾസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് കണ്ടു നോക്കുക എങ്ങനെയുണ്ടെന്ന്.